ക്നാച്ചേരിയിൽ നിന്ന് എൽദോസിന്റെ വീട്ടിലേക്ക് പോകുന്ന വഴിയിൽ ഒരിടത്തും വഴിവിളക്കുകളില്ല. വനത്തിനോട് ചേർന്നുള്ള പാതയിലൂടെ രാത്രിയിലുള്ള യാത്ര അതീവ അപകടകരമാണ്. ആ വഴിയിൽ നിന്നും ജെയിനസ് രാജു കാര്യങ്ങൾ വിവരിക്കുന്നു. ഇന്നലെ വൈകുന്നേരം ക്നാച്ചേരിയിൽ ബസ്സിറങ്ങി എൽദോസ് തൻ്റെ വീടുള്ള വലിയ ക്നാച്ചേരിയിലേക്ക് പോകുന്ന വഴിയാണ്. ഈ വഴി നമുക്ക് കണ്ടാൽ അറിയാൻ കഴിയും, ഇതൊരു കോൺക്രീറ്റ് പാതയാണ്. ഈ കോൺക്രീറ്റ് പാതയുടെ രണ്ട് വശത്തും വനമാണ്. അതായത് വനത്തിനുള്ളിലൂടെയുള്ള ഒരു കോൺക്രീറ്റ് പാതയാണ് ഇത് തന്നെ പറയേണ്ടി വരും. ഏതാണ്ട് ഒരു 2-2.5 കിലോമീറ്ററോളം ഇത്തരത്തിലുള്ള ഒരു പാതയാണ്. അതിനുശേഷം അവിടെ ജനവാസ മേഖലയാണ്, ആളുകൾ തിങ്ങി പാർക്കുന്ന ഒരു സ്ഥലമാണ്. നേരത്തെ 100ഓളം കുടുംബങ്ങളുണ്ടായിരുന്നു. ഇപ്പോൾ കാട്ടാന ശല്യം മൂലം ഏതാണ്ട് 70-ൽ താഴെയായി ചുരുങ്ങിയിട്ടുണ്ട് എന്നുള്ള ാണ് അവർ പറയുന്നത്. ഈ പ്രദേശത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് പകൽ സമയത്ത് പോലും വളരെ വൈകി വെട്ടം വരുന്ന ഒരു സ്ഥലമാണ്. കാരണം മരങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു പ്രദേശമാണ്. തൊട്ടടുത്തൊക്കെ അടിക്കാടുകൾ വളർന്നു നിൽക്കുകയാണ്. രാത്രി സ്വാഭാവികമായും ഇതുവഴി വന്നാൽ ഈ ആനകൾ സമീപത്ത് നിൽക്കുന്നുണ്ടെങ്കിൽ കാണാൻ കഴിയില്ല എന്നതൊരു യാഥാർത്ഥ്യമാണ്. ഇവിടെ നമുക്കറിയാം ഇലക്ട്രിക് പോസ്റ്റുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ചില പോസ്റ്റുകളിൽ ലൈറ്റുകളുണ്ട്. പക്ഷേ ആ ലൈറ്റുകൾ പലതും കത്തുന്നില്ല എന്നുള്ളത്, പലതുമല്ല ഒന്നും കത്തുന്നില്ല എന്നുള്ളതാണ്. ഇത്തരം ഒരു കാനന പാതയെ ആയിട്ട് കൂടി ഈ പാതയിൽ ആവശ്യത്തിന് വെളിച്ചമൊരുക്കാനോ സുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യാനോ അധികൃതർ യാതൊരു രീതിയിലും തയ്യാറായിട്ടില്ല എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. സമീപത്ത് നമുക്കറിയാം ഒരു തോടൊഴുകുന്നുണ്ട്. സ്വാഭാവികമായും ആനകളടക്കമുള്ള വന്യജീവികൾ വെള്ളം കുടിക്കുന്നതിനൊക്കെയായിട്ട് ഇങ്ങോട്ടേക്ക് എത്തും എന്നതൊരു വസ്തുതയാണ്. അപ്പോൾ സ്വാഭാവികമായും ഇവിടെ വന്യജീവികളുടെ സാന്നിധ്യമുള്ള ഒരു മേഖലയായിരിക്കും. രാത്രി കാലങ്ങളിൽ പോലും പുറത്തുപോയി ആളുകൾ അവർക്ക് ഏക മാർഗമായിട്ടുള്ള ഈ വഴിയെ ആശ്രയിച്ചുകൊണ്ട് വീട്ടിലേക്ക് പോകുമ്പോൾ ആക്രമിക്കപ്പെടാൻ സാധ്യത വളരെ കൂടുതലാണ് എന്നുള്ളതാണ്. അടിയന്തരമായി ഈ പ്രശ്നം പരിഹരിക്കാനുള്ള നടപടിയാണ് വനം വകുപ്പും അതോടൊപ്പം തന്നെ പഞ്ചായത്തും ഒക്കെ ചെയ്യേണ്ടത്. ഇനിയൊരു ജീവൻ കൂടി ഈ വഴിയിൽ നഷ്ടപ്പെടാതിരിക്കാനുള്ള സുരക്ഷ ഒരുക്കേണ്ടത് അത്യാവശ്യമാണ്. ക്നാച്ചേരിയിൽ നിന്ന് വിനു കാഞ്ഞിരപ്പള്ളിക്കൊപ്പം ജെയിനസ് രാജു, മാതൃഭൂമി.